ഓക്കെ. അപ്പോൾ എല്ലാവർക്കും റിഡക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിവിയന് ഒരു മറുപടിയാണ്. സിവിയൻ നമുക്കെതിരെ നമ്മുടെ ഡോക്കിൻസിന്റെ ബാധ എന്ന് പറയുന്ന പ്രസന്റേഷൻ ഒരു മറുപടി തന്നിട്ടുണ്ട്. സോ ദിസ് വീഡിയോ വിൽ ബി ട്രൈങ് ടു റെസ്പോണ്ട് ടു സിവിയൻസ് റെസ്പോണ്ട്. ഹലോ ഗൈസ്, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ പാർട്ട് 2 സിവിയൻ്റെ പാർട്ട് 2 ഇറങ്ങിയില്ലായിരുന്നു. സോ നമ്മുടെ ഈ റെസ്പോൺസ് ഈസ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ പാർട്ട് 1. അപ്പം പാർട്ട് 2 ഞങ്ങൾ കണ്ടിട്ടില്ല. അത് കണ്ട് അതിനുവേണ്ടി വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാം. സോ ദിസ് ഈസ് സ്ട്രിക്ട്ലി അബൌട്ട് പാർട്ട് 1. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ തരാം. ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ തിങ്കേഴ്സ് ഫെസ്റ്റിവൽ 2025 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നിരുന്നു. അതിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഡോക്കിൻസിൻ്റെ ബാധ. അപ്പോൾ അത് 13.8 ചാനലിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് സിവിൻ്റെ യൂട്യൂബ് ചാനലിലും പിന്നെ ഫ്രീ തിങ്കേഴ്സ് ഫോറം കേരള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലും റെസ്പോണ്ടിങ് ടു റിഡക്റ്റീവ് യുക്തിവാദിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു 1 മണിക്കൂർ ഏതാണ്ട് 10 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് നമുക്കത് അയച്ചു തന്നു. ആൻഡ് നമ്മൾ വിചാരിക്കുന്നത് അതിനൊരു മറുപടി കൊടുക്കാം എന്നാണ്. എൻ്റെ കൂടെ മാനി ഉണ്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. സോ ഞാൻ ഈ പ്രസന്റേഷൻ നീ ചെയ്യുന്നു പറഞ്ഞപ്പോഴേ ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ് ഇതിന് നല്ല അതിഭീകരമായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകും എന്നുള്ളത്. നല്ല അതിഭീകരമായിട്ടുള്ള ബാക്ക്ലാഷസ് ഉണ്ടാകുമെന്ന് നിനക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഒരു ബോഡി ഗാർഡിനെ കൊണ്ട് അങ്ങോട്ട് വെക്കോ, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ എക്സാക്ട്ലി. ആംബുലൻസിലായിരിക്കും തിരിച്ചു വരേണ്ടി വരുന്നത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാര്യം ഞാനൊരു മാസീവ് ബാക്ക്ലാഷ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു പ്രസന്റേഷനെതിരെ. കാര്യം നമ്മൾ സാധാരണ എസെൻസിനോട് മാത്രമേ വിമർശനം പറഞ്ഞിട്ടുള്ളൂ. എസെൻസിനോടുള്ള വിമർശനങ്ങളാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ യുക്തിവാദികളുടെ വിമർശനം അങ്ങനെ അധികം പറയാറില്ല. അപ്പൊ അതുകൊണ്ട് യുക്തിവാദി വേദിയിൽ വിമർശനമായിട്ട് ചെന്ന് കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവിടുത്തെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. ഇത് ആളുകൾ ചിലപ്പോൾ തെറി വിളിക്കുമെന്ന്. പക്ഷേ സർപ്രൈസിംഗ്ലി ഓഡിയൻസ് ഒക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. കുറേ പേര് എന്നോട് വന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞ ഈ പോയിന്റുകളൊക്കെ എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങളൊക്കെയാണ് നീ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, താങ്ക് യു, ഇവിടുന്ന് എന്തായാലും അടി കിട്ടിയില്ല. പക്ഷേ എനിക്കറിയാമായിരുന്നു ഈ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ കുറേ പേര് എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയായിരുന്നു, ഈ എസൻസ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ സ്ഥിരം കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതെ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഈ എസ്.എൻ.കെ ഭാഗത്തുനിന്ന് രവി വളരെ സ്മാർട്ടാണ് ആ കാര്യങ്ങളിലൊക്കെ. രവി എന്താണ് അങ്ങനെ അധികം ആൾക്കാരെ റിയാക്ട് ചെയ്യാറോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. രവി വളരെ കൃത്യമായിട്ട് സംഘപരിവാർ പ്രൊപ്പഗണ്ട പറഞ്ഞു പോവുക എന്ന് പറയുന്ന ഒരു റോള് മാത്രമാണ് അയാൾ ചെയ്യുന്നത്. ആരിഫ് ചിലപ്പോൾ വേളം വയ്ക്കുമായിരിക്കും, തെളിവിക്കുമായിരിക്കും വിചാരിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. ആരിഫ് മറ്റേ വാടക കൊണ്ടുള്ള ഇറക്കമായിരുന്നു. ഇവന്റെ കുറെ എന്റെ പിള്ളേരെ പിന്നെ ഡീൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറെ പിള്ളേരെ അങ്ങ് ഇറക്കുമായിരുന്നു. അപ്പൊ അവരുടെ കുറെ കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വലിയ കണ്ടന്റ് ഒന്നും ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പരിപാടി അല്ലായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ തെരുവിളിയും പരിപാടിയും പോലൊരു സാധനം തന്നെയായിരുന്നു, ഒരു കോമഡി ഷോ. അതിനൊരു മറുപടി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ തന്നെ അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്തൊരു മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ. ഞാന് അന്ന് തന്നെ നിന്നോട് പറയുന്നുണ്ടായിരുന്നു, ഇതിന് സിവിയന്റെ ഒരു മറുപടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സിവിയൻ ഇതിന് മറുപടി പറയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അന്ന് എനിക്കൊരു ഹഞ്ച് ഉണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ യുക്തിവാദികളെയും വിമർശിക്കുന്ന യുക്തിവാദി ക്യാമ്പില് ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ സാധ്യതയുള്ളത് സിവിയനാണ് എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ആൻഡ് പുള്ളിയാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലൊരു ആർഗ്യുമെന്റേറ്റീവ് ഡിസ്കോഴ്സ് എൻഗേജ് ചെയ്യുന്നത്. ഒരു പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് അതിനെ ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്ത് മറുപടി പറയുക എന്ന് പറയുന്ന ആ ഒരു ശൈലി നടത്തിക്കൊണ്ടിരിക്കുന്നത് സിവിയനാണ്. സിവൻ ഈ എസൻസ് വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ട് തന്നെ ടോപ്പിക്കായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് പുള്ളി ഇത് ഒരു ഈവിൽ ഇന്റൻഷനോടുകൂടി ചെയ്യുന്നതാണ് എന്ന രീതിയിൽ പറഞ്ഞ് ഡിസ്മിസ് ഒന്നും ചെയ്തില്ല. ഈ സീരിയസ്ലി ട്രൈ ടു എൻഗേജ് ഇത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് ഞാൻ കാണുന്നത്. ഒരു വളരെ പോസിറ്റീവ് തിങ് ആയിട്ട് ഞാൻ കാണുന്നത്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് പുള്ളി നമ്മുടെ ആർഗ്യുമെന്റ്സ് ആയിട്ട് എൻഗേജ് ചെയ്ത് അതിനൊരു മറുപടിയായി വരുമെന്ന് തന്നെയാണ് ഞാനും എക്സ്പെക്ട് ചെയ്തത്. അല്ലാതെ ഈ തെരുവിളിയും പരിപാടിയും ഒന്നും പുള്ളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു മറുപടി വന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പേഴ്സണലി വളരെ ഡിസപ്പോയിന്റഡ് ആണ് പുള്ളിയുടെ ഈ വീഡിയോക്ക് കിട്ടിയ മറുപടിക്ക്. നിനക്ക് എന്താ തോന്നിയ? എക്സാക്ട്ലി. നമ്മൾ പറയാത്ത കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത കുറേ കാര്യങ്ങളും ആ ഒരു ഡയറക്ഷനിലേക്ക് പോയി
പോയതുപോലെ എനിക്ക് തോന്നി. ഇതിപ്പോൾ പാർട്ട് 1 ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 നോക്കുമ്പോൾ ഇനിയും പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ വരും. അത് ഫ്യൂച്ചറിൽ വരും. ഓരോ പോയിന്റും പുള്ളി അഡ്രസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അഡ്രസ് ചെയ്യും. പക്ഷേ പാർട്ട് 1 നോക്കിയപ്പം നമ്മൾ പറയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഐ ഡോണ്ട് നോ പുള്ളി എന്താണ് സ്ഥാപിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് ക്ലാരിറ്റി കിട്ടില്ല. എന്തോ ഒന്നുകിൽ നമ്മൾ പറഞ്ഞത് മനസ്സിലാവാത്തതാണോ അതോ വേറെന്തെങ്കിലും പോയിന്റ് സ്ഥാപിച്ചിട്ട് നമ്മുടെ പോയിന്റ് അഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഈ പ്രസന്റേഷനില് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് പുള്ളി ഒരുപാട് അൺറിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് സഞ്ചരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കൊന്ന് പ്രതീക്ഷിന്റെ പ്രസന്റേഷനിൽ ഒരു 40 സെക്കൻഡ് ആ ഒരു ചെറിയൊരു സ്നാപ്ഷോട്ട് ആ പോർഷൻ എടുത്തിട്ട് പുള്ളി അതിനെക്കുറിച്ച് സംസാരിച്ച് വേറെ എങ്ങോട്ടേക്കൊക്കെ അങ്ങ് പോവാണ്. എന്നിട്ട് ഏറ്റവും അവസാനം തിരിഞ്ഞു കറങ്ങി അവിടെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് തോന്നുന്നു ഇനി ബാക്കി ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് അൺറിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, ചരിത്രം, വ്യക്തിവാദത്തിന്റെ ചരിത്രം, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു. അപ്പം ഈ വീഡിയോയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്കിൻസിന്റെ ബാധ എന്ന പ്രസന്റേഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ് നമുക്കൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ടു ദ പോയിന്റ് ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് അടുത്ത വീഡിയോയിൽ അത് ഖണ്ഡിക്കാൻ ശ്രമിക്കാമല്ലോ. അല്ലെങ്കിൽ പുള്ളി നമ്മൾ പറയാത്ത മനസ്സിലാക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് അതിനെ അഡ്രസ് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഡയലോഗ് നടക്കണമെങ്കിൽ ഹി ഷുഡ് ഓൾസോ ബി ക്ലിയർ അബൌട്ട് അവർ പോയിന്റ്സ്. അതിൽ എനിക്ക് നിന്റെ പ്രസന്റേഷന്റെ കാര്യത്തിൽ ഒരു വിമർശനമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഒരു 40 മിനിറ്റ് ആണ് അലോട്ടഡ് ടൈം. ആ സമയത്ത് നീ അഡ്രസ് ചെയ്യാൻ നോക്കുന്നത് എസ്എൻകെകളും അതേപോലെ തന്നെ യുക്തിവാദികളുടെയും സമീപനങ്ങളെ കുറിച്ചിട്ടാണ്. അത് തന്നെ വലിയൊരു ടോപ്പിക്. എസ്എൻകെകൾ തന്നെ വലിയൊരു സാധനമാണ്. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വലിയൊരു മറ്റൊരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഇത് രണ്ടിനെയും കൂടെ ഒരു 40 മിനിറ്റ് പ്രസന്റേഷൻ അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. പിന്നെ അതേപോലെ തന്നെ നീ ഇങ്ങനെ ഒരു 3 സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. ആ 3 സ്ക്രീൻഷോട്ട് എന്താണ്, ആരുടെയാണ്, എവിടെ നിന്നാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത് കാണുന്ന ആൾക്കാരുടെ തലയിൽ കൂടെ പോകണമെന്നില്ല. നമ്മൾ ഈ പ്രസന്റേഷൻ റിഹേഴ്സ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ പ്രസന്റേഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ ഇത് ആരെഴുതിയ പോസ്റ്റാണ്, ഇത് എന്തിനെ കുറിച്ചിട്ടാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഓഡിയൻസിന്റെ മൈൻഡിൽ അത് ഉണ്ടായിരിക്കുന്ന ഒരു ഇംപ്രഷനാണ് നമ്മൾ ഈ പ്രസന്റേഷൻ പ്രിപ്പറേഷന്റെ ഭാഗത്തെല്ലാം ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടായിരിക്കാം നമുക്കത് സ്പോട്ട് ചെയ്യാൻ വിട്ടുപോയത്. പക്ഷെ ഈ പ്രസന്റേഷൻ വെളിയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്, ഇത് കണ്ട ഈ യുക്തിവാദി മണ്ഡലവുമായിട്ട് അധികം ബന്ധമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവർ കംപ്ലീറ്റ്ലി ഓഫ് ടച്ച്. എവിടെയാണ് ഈ 3 പോസ്റ്റുകൾ, എന്തേ കുറിച്ചിട്ട് ഈ പറയുന്നത് എന്നുള്ളത് അവർക്ക് ലാൻഡ് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് CVN-ന്റെ ഈ മറുപടിയെയും ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ CVN ഇതിന് മറുപടി പറയാൻ വന്നിരിക്കുന്ന സമയത്ത് ഈ ആ പോയിന്റുകൾ കൃത്യമായി ലാൻഡ് ചെയ്യാതെ പോയത് ഇതുകൊണ്ടായിരിക്കും. പുള്ളിക്ക് ആ പോയിന്റുകൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഐ തിങ്ക് ഈ ഒരു സെഷനിൽ നമുക്ക് അതൊക്കെ ക്ലാരിഫൈ ചെയ്യും. നമ്മുടെ സ്ക്രീൻഷോട്ടുകൾ എന്തായിരുന്നു, ആര് പറഞ്ഞു, എവിടെ പറഞ്ഞാണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബട്ട് എനിവേസ്, ആദ്യം നമുക്ക് ഡോക്കിൻസിൻ്റെ ബാധയെ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കാം. വാട്ട് ഈസ് ഡോക്കിൻസ് ബാധ? ഇന്നത്തെ യുക്തിവാദ മൂവ്മെന്റിന് ഡോക്കിൻസിന്റെ ബാധ ഏറ്റിരിക്കുന്നു. ദ കറന്റ് റാഷണലിസ്റ്റ് മൂവ്മെന്റ് സീംസ് ടു ബി എഫക്റ്റഡ് വിത്ത് ഡോക്കിൻസ് ബാധ. ഇതാണ് ഫസ്റ്റ് നമ്മൾ വെച്ച പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സാമൂഹിക മാറ്റങ്ങളെ പഠിക്കാനോ ഇവർ ശ്രമിക്കുന്നു. അപ്പോൾ ഇതാണ് ഡോക്കിൻസിന്റെ ബാധയിൽ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇതിലൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഒരു കാര്യം എന്താണെന്ന് പറയുക മാത്രമല്ല, എന്തല്ല എന്നുകൂടി ക്ലാരിഫൈ ചെയ്താലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് ഒരു റിയലൈസേഷനിൽ നമ്മൾ എത്തുകയാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കും ഇങ്ങനെ പോയിന്റ് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുന്നു. പക്ഷേ ആ പോയിന്റ് പറഞ്ഞിട്ട് ഇതും കൂടെ അല്ല കേട്ടോ എന്നും കൂടി പറഞ്ഞാലേ ആളുകൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തല്ല ഡോക്കിൻസിന്റെ ബാധ എന്നുകൂടി വിശദീകരിക്കുക. കാരണം അന്ന് എനിക്കത് പറയാൻ പറ്റിയില്ല. ഡോക്കിൻസിന്റെ ബാധ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്കിൻസിനെ അന്ധമായി ഫോളോ ചെയ്യുന്നവരാണ് യുക്തിവാദികൾ എന്നല്ല. ഡോക്കിൻസിന്റെ മെമറ്റിക്സ് തിയറി വായിച്ച് മനസ്സിലാക്കി ഇത് ശരിയാണല്ലോ എന്ന് കരുതുന്നു എന്നതുമല്ല. കേരളത്തിലെ റാഷണലിസ്റ്റ് മൂവ്മെന്റ് തുടങ്ങിയത് ഡോക്കിൻസ് കാരണമാണ് എന്നുമല്ല. ആൻഡ് ഡോക്കിൻസ് ഒരു നല്ല മനുഷ്യനാണോ മോശം മനുഷ്യനാണോ എന്നുമല്ല. ഇതൊന്നും ഡോക്കിൻസിന്റെ ബാധയില്ല. അതെ, ഈ SNKകളുടെ പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഡോക്കിൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യനാണ്. ആ നല്ല മനുഷ്യനെ കുറിച്ച് നീ എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞു, റേസിസോ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ ഒരു വൈബ് SNKയുടെ. യുക്തിവാദികളുടെ ഇപ്പം CVN അറ്റ്ലീസ്റ്റ്
ഇതിനെ സമീപിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പുള്ളി വിചാരിച്ചത് നീ പറഞ്ഞെന്തോ മീമെറ്റിക്സ് തിയറിയിൽ ഇവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. മീമെറ്റിക്സ് തിയറി തെറ്റാണെന്നാണ് നീ പ്രസന്റേഷനിലൂടെ സമർത്ഥിക്കാൻ നോക്കിയത് എന്ന് പറയുന്ന വൈബിലെ പുള്ളി മറുപടി പറയുന്നത്. അപ്പൊ എനിക്കൊന്ന് മേ ബി നീ എന്താണോ നിനക്ക് പറയേണ്ട സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് വളരെ കൺസൈസ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തങ്ങ് വെച്ചു. പക്ഷേ ഇത് കേൾക്കുന്ന പല ആൾക്കാരും പല ഡയറക്ഷനിലൂടെ പോയത്. ചില ആൾക്കാർ കറക്റ്റ് അത് ലാൻഡ് ചെയ്തു, ചില ആൾക്കാർ ഒരു ഡയറക്ഷനിലൂടെ പോയി, ചില ആൾക്കാർ ഇടത്തോട്ട് പോയി, ചില ആൾക്കാർ വലത്തോട്ട് പോയി. അങ്ങനെ പല ആൾക്കാർ പല ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഭാവിയിൽ ഇനി എനിക്ക് നമ്മുടെ പ്രസന്റേഷൻസിൽ അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എന്താണ് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തല്ല പറയുന്നതെന്നുള്ളൊരു ഡിസ്ക്ലെയിമർ ആദ്യമേ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മുൻധാരണകൾ വഴി ആൾക്കാർ പല രീതിയിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചോദിക്കാം, എന്താണ് ഡോക്കിൻസിന്റെ വാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡോക്കിൻസിന്റെ വാദം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, ഡോക്കിൻസ് മതങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ സമീപിച്ചിരുന്നു. അതേ രീതിയിലാണ് ഇന്നുള്ള പല യുക്തിവാദികളും മതങ്ങളെ സമീപിക്കുന്നത്. യുക്തിവാദികൾക്ക് മീമെറ്റിക്സ് അറിയാം, അല്ലെങ്കിൽ മീമെറ്റിക്സ് യുക്തിവാദി വിശ്വസിക്കുന്നു എന്നുള്ളതല്ല പ്രതീക്ഷ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഡോക്കിൻസ് മീമെറ്റിക്സ് വിശ്വസിക്കുന്നുണ്ട്. ഡോക്കിൻസ് ഇദ്ദേഹത്തിന്റെ ഈ മീമെറ്റിക്സ് തിയറിയുടെ പശ്ചാത്തലത്തിലാണ് മതങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ള ആ സമീപന രീതി അയാൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കോഡ് ഡെല്യൂഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിലായാലും പിന്നീട് അയാൾ വന്നിട്ടുള്ള ഈ വർക്കുകളാണെങ്കിലും യൂട്യൂബ് വീഡിയോസിലാണെങ്കിലും എല്ലാം അയാൾ മതങ്ങളെ പെർസീവ് ചെയ്യുന്നതും, അതായത് മതങ്ങളെ ചിത്രീകരിക്കുന്നതും മതങ്ങളെ പഠിക്കുകയും അനലൈസ് ചെയ്യുന്നതും ഒരു പ്രത്യേക ഫ്രെയിം വർക്കിലാണ്. ആ ഫ്രെയിം വർക്ക് ഈ യുക്തിവാദികളുടെ വിമർശന രീതിയിലും കയറി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഉന്നയിച്ച വിമർശനം അതാണ്. അത് എന്തുകൊണ്ടാണ്, എവിടുന്ന് വന്നു എന്നുള്ളതൊന്നും നമ്മൾ ഈ പ്രസന്റേഷനിൽ അഡ്രസ് ചെയ്ത കാര്യമല്ല. അവർ മിമിറ്റിക്സ് പഠിച്ചുകൊണ്ടാണോ, പിടിക്കാത്തതുകൊണ്ടാണോ, അറിയാത്തതുകൊണ്ടാണോ, അറിയുന്നത് കൊണ്ടാണ് എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. ഡോക്കിൻസിന്റെ സമീപനം യുക്തിവാദികളും ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രശ്നം. ആ വഴിതെറ്റിപ്പോയ യുക്തിവാദികളെ തിരിച്ച് നേർവഴിക്ക് നയിക്കുക എന്നുള്ള ഒരു ചെറിയൊരു ശ്രമമാണ് നമ്മൾ നടത്തിയത്. ഇതെന്താകും എന്നുള്ളത് ഇനി കണ്ടിരിക്കാം. ചിലപ്പോൾ നമ്മളെ അടിച്ച് പുറത്താക്കുമായിരിക്കും യുക്തിവാദികളെല്ലാം കൂടി. എന്നിട്ട് അവരവരുടെ രീതിയിൽ തുടർന്ന് പോകായിരിക്കും. ചിലപ്പോൾ നമുക്ക് അവരുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വിമർശനം നടത്തുന്നത്. അത്രേ ഉള്ളൂ. ഈ ചിലതരം ഫംഗസുകളുണ്ട്. ആ ഫംഗസുകൾ ഈ ഉറുമ്പിൻ്റെ തലച്ചോറ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫംഗസിൻ്റെ കൺട്രോളിലായിരിക്കും പിന്നെ ഉറുമ്പ്. ആ ഉറുമ്പിനെ ഇങ്ങനെ അവർ കൺട്രോൾ ചെയ്യും, ആ ഫംഗസ് കൺട്രോൾ ചെയ്യും. അതേമാതിരി തന്നെ മതങ്ങൾ തലയിൽ കയറിയിട്ട് മനുഷ്യരെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു, ഒരു വൈറസിനെ പോലെ. അങ്ങനെ സമൂഹത്തിലുള്ള മനുഷ്യരെ കൊണ്ടും സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രവർത്തികളിലേക്ക് അത് നയിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഡോക്കിൻസ് ഈ മതങ്ങളെ കണ്ടിരുന്നത്. ഏതാണ്ട് അതേ രീതിയിൽ ഇന്ന് യുക്തിവാദികളും മാനവപക്ഷം എന്ന് പറയുന്ന യുക്തിവാദികൾ പോലും ഈ ഒരു രീതി, ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ ഒരു മതങ്ങളെ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ട് റേസിസ്റ്റ് ആവുന്നു എന്ന് ഞാനവിടെ വളരെ ബ്രീഫായിട്ട് നാസി ജർമ്മനിയുടെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇപ്പം നാസികൾ പ്രചരിപ്പിച്ച ഒരു നറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാരുടെ ജനറ്റിക്സ് ഇൻഫീരിയർ ആണ്. അപ്പോൾ ഈ ഇൻഫീരിയർ ആയിട്ടുള്ള ജനറ്റിക്സ് ഉള്ളതുകൊണ്ടാണ് ജൂതന്മാർ ചില ട്രേറ്റ്സ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് അവർ ഗ്രീഡി ആകുന്നു, അവർ സെൽഫിഷ് ആകുന്നു, അവർ പല ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനൊക്കെ ഒരു കാരണം അവരുടെ ഉള്ളിലെ ജീനുകളാണ് എന്നായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഒരു നറേറ്റീവ് വെച്ചു. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം എല്ലാ മനുഷ്യരുടെയും ജീനുകളൊന്നും ടെസ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പം എല്ലാ ജൂതന്മാരുടെ അകത്തും ഒരു പൊട്ടൻഷ്യൽ ഇതുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഒളിച്ചിരിപ്പുണ്ട്. നമ്മളിൽ എന്തായാലും ഒരു മെഷീൻ ഒന്നുമില്ല, എല്ലാ ജൂതന്മാരെയും ജനിതകമായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ എന്തായാലും സാധാരണ ജനങ്ങളിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവരെല്ലാവരെയും സംശയത്തോടെ കാണണം. സംശയത്തിൻ്റെ നിഴലാണ് എല്ലാ ജൂതന്മാരും. ഈ നറേറ്റീവ് വെക്കുമ്പോൾ തന്നെ ആ പൊതുസമൂഹത്തിന് മുമ്പിൽ എല്ലാ ജൂതന്മാരും സംശയത്തിൻ്റെ നിഴലിൽ വരികയാണ്. എക്സാക്ട്ലി. ഇതില് ഈ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ അവിടുത്തെ നമ്മളിത് പറയുമ്പോ ഈ അവിടുത്തെ നാസി ജർമ്മനിയിലെ ജർമ്മൻസിലെല്ലാം ജെനറ്റിക്സിൽ അവരെല്ലാവരും എക്സ്പേർട്സ് ആയിരുന്നു. ജെനറ്റിക്സ് അവർ വിശ്വസിച്ചിട്ട് ഇവര് ജെനറ്റിക്സ് പ്രകാരം ഈ റേസിസ്റ്റ് മനോഭാവത്തിലേക്ക് എത്തി എന്നുള്ളതല്ല നമ്മൾ പറയുന്ന പോയിന്റ്. ജെനറ്റിക്സിനെ കുറിച്ചിട്ട് ഇവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഈ സാധാരണക്കാർക്ക് ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നതെന്ന് പറയുന്നത് ഓരോ ജൂതന്റെ ഉള്ളിലും ഈ ഒരു പൊട്ടൻഷ്യൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവൻ ഈ രീതിയിലായി മാറാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ കോവർക്കർ ആണെങ്കിൽ അയാൾ നല്ല മനുഷ്യനാണ്, എന്നോട് വളരെ നല്ല സമീപനത്തിലൂടെയാണ് നമ്മൾ എൻഗേജ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അയാൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, അയാളുടെ ഭാര്യ എനിക്കറിയാം, നല്ല കുട്ടിയുണ്ട്, ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ എനിക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇയാൾക്ക് ഈ ഒരു സാധ്യതയുണ്ടോ, ഇയാളുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട് എന്നുള്ളത് എനിക്കറിയാവുന്നത്. ബിക്കോസ് ഹി ഈസ് എ ജൂ,
ഇവന്റെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവൻ ഈ രീതിയിലായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ എന്നും ഞാൻ സംശയത്തിന് നേരിടെ അയാളെ കാണുക. എത്ര നല്ല മനുഷ്യനാന്ന് പറഞ്ഞാലും അയാളെ എന്നും ഈ സംശയത്തിന്റെ നേരിലെ ഈ കാണുകയുള്ളൂ. അവിടെയാണ് അത് ഈ കോവർക്കറിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അയാൾ ഒരു സ്ഥലത്തോട്ട് കയറി ചെല്ലുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി തന്നെയാണ് എന്നെ കാണുന്നതെന്ന് അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നത്, അങ്ങനെയാണ് ഈ അതറൈസിങ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴേക്കും ഇവരെ എല്ലാവരെയും നമ്മളൊരു ഗ്യാസ് ചേമ്പറിലേക്ക് കയറ്റുന്നു, എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇവരെല്ലാവരും റെഡിയാക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ രീതിയിലുള്ള ഒരു മനോഭാവത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ്. നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നറേറ്റീവ്സ് ആ ഒരു ട്രെയിനിങ്ങിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഇതൊരു നറേറ്റീവാണ്. ഇതുപോലുള്ള നറേറ്റീവ്സ് നമ്മുടെ സമൂഹത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും ഇവഞ്ച്വലി അത് സഹായിക്കാൻ പോകുന്നത് സംഘപരിവാറിന്റെ അജണ്ടയുമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ഡോക്കിൻസിന്റെ സൃഷ്ടിയാണെന്നും പറഞ്ഞ് നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഏറ്റവും അവസാനം ഗോള് വീഴാൻ പോകുന്നത് സംഘപരിവാറിന്റെ ടീമിനാണെന്നുള്ള അതിന്റെ പ്രശ്നം. അവർക്കാണിത് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഡോക്കിൻസ് എങ്ങോ എവിടെ കിടക്കുന്ന ആളാണ്, പക്ഷെ അയാൾ എന്തുകൊണ്ട് റെലവന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്റെ കാരണം. അപ്പോൾ ഇതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. അവരുടെ ഐഡിയോളജി അവരുടെ ബ്രെയിനിലുണ്ട്. ഈ ഡേഞ്ചറസ് വൈറസ് പോലെ അവരുടെ ബ്രെയിനിലുണ്ട്. ചില മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഈ ഐഡിയോളജിയുടെ എണ്ണം കുറവായിരിക്കും, ചില മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഐഡിയോളജി ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം ഓരോ മുസ്ലിമിനെ കാണുന്നുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ എന്തായാലും ഐഡിയോളജി മെഷർ ചെയ്യുന്ന മീറ്റർ ഒന്നും ഇല്ല. അപ്പോൾ അവനെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ അവൻ തൊപ്പി ഇട്ടിട്ടുണ്ടുമ്പോൾ തന്നെ നമ്മൾ സംശയിക്കുകയാണ് ഇവൻ്റെ ഉള്ളിൽ എത്ര ഐഡിയോളജി ഉണ്ട്. 10% ഐഡിയോളജി, പിന്നെ താടിയും കൂടെ കാണുമ്പോൾ 20% ഐഡിയോളജിയായി. അപ്പോൾ അങ്ങനെ സംശയിക്കുകയാണ് നമ്മൾ ഓരോ മുസ്ലിമിൻ്റെ പ്രവൃത്തിയിലും നമ്മൾ സംശയിക്കുകയാണ്, ഇവൻ്റെ ഐഡിയോളജി കാരണമാണോ ഇത് ചെയ്യുന്നത് എന്നിങ്ങനെ നിരന്തരം നമ്മൾ അവരെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ജൂതന്മാർ അവിടെ പെർസിക്യൂഷൻ നേരിടാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക, അതേ സാഹചര്യം ഉണ്ടാകുന്ന നറേറ്റീവാണ് ഈ ഓരോ മുസ്ലിമിൻ്റെ ഉള്ളിലും ഈ ഐഡിയോളജി കയറുമ്പോൾ അവൻ ഡേഞ്ചറസ് ആകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് റേസിസ്റ്റ് ആണെന്ന് പറയുന്നത്. എക്സാക്ട്ലി. ഇതില് പ്രതീക്ഷ പറഞ്ഞ പോലെ തന്നെ നാസി ജർമ്മനിയിൽ അവരുടെ കയ്യിൽ ഈ ജെനറ്റിക്സ് മീറ്റർ ഇല്ലായിരുന്നു. ജെനറ്റിക്സ് മീറ്റർ ഉണ്ടോ ഇല്ലയോ, അതല്ല ഇവിടുത്തെ പോയിന്റ്. പീപ്പിൾ ഡോണ്ട് ഹാവ് എ മീറ്റർ, ദേ ജസ്റ്റ് ഹാവ് സസ്പിഷൻ. അവർക്കറിയാം ഇങ്ങനൊരു സാധ്യത നിലനിൽക്കുന്നു അറിയാം. ദാറ്റ് ക്രിയേറ്റ് സസ്പിഷൻ, ദാറ്റ് ഇസ് ഇനഫ് ഫോർ ഡിസ്ക്രിമിനേഷൻ ടു ഹാപ്പൻ. അതായത് ഈ ഒരു മീറ്റർ എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ ആവശ്യമില്ല. ഇത് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഡിസ്ക്രിമിനേഷന് കാരണമാകുന്നത്, ഈ സസ്പിഷന് കാരണമാകുന്നത്. എവ്രി ജൂ, എവ്രി മുസ്ലിം ഇസ് എ സസ്പെക്ട്. ഒരു പോലീസുകാരൻ എങ്ങനെയാണ് ഒരു സസ്പെക്റ്റിനെ കാണുന്നത്, അതേപോലെ ആയിരിക്കും പൊതുസമൂഹം അയാളെ കാണുന്നത്. ഓരോ ജൂതനെയും ഓരോ മുസ്ലിമിനെയും അങ്ങനെ ആയിരിക്കും കാണുന്നത്. അതാണ് ഇത്തരത്തിലുള്ള നറേറ്റീവ്സിന്റെ പ്രശ്നം. ദാറ്റ് ഇസ് വൈ വി ആർ ടെല്ലിംഗ് ദിസ് ഇസ് റേസിസ്റ്റ്. ഈ കാണുന്ന ഒരു ഇമേജ് പോലെയാണ് ബേസിക്കലി ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇത് വിശ്വനാഥന്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. ഏകദേശം ഇതാണ് ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത്. ഈ പുട്ടിന്റെ ഇടയിലെ ഈ പീര പോലെയാണ് ഇവരുടെ ഈ മുസ്ലിംസ് ആർ ലവ്ലി എന്ന് പറയുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം ഫോബിയ ഞങ്ങളെ എതിർക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വാദം എന്ന് പറയുന്നത്. ആ വാദത്തോട് യാതൊരു തരത്തിൽ നീതി പുലർത്താത്ത രീതിയിലാണ് ഈ പുട്ടിന്റെ ഭാഗത്ത് ഇവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതിന്റെ പ്രശ്നം. അപ്പം ബേസിക്കലി അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ആദ്യം ഒരു പറയും മുസ്ലിംസ് എല്ലാം പാവങ്ങളാണ്, മുസ്ലിംസ് ആർ ലവ്ലി, മുസ്ലിംസ് ഒക്കെ നമ്മുടെ സഹോദരങ്ങളും അച്ഛനും അമ്മയും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളും എല്ലാം മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സംഘപരിവാർ മുസ്ലിങ്ങളെ വിദ്വേഷ പ്രചരണം നടത്താൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ ഡിഫെൻഡ് ചെയ്യും, മുസ്ലിങ്ങളുടെ ഞങ്ങൾ നിൽക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർ പറയും ഇസ്ലാം എന്ന് പറയുന്നത് പക്ഷേ തീവ്രവാദമാണ്. ഇസ്ലാം ഇറ്റ്സ് ട്രൂവസ്റ്റ് ഫോം. അങ്ങനെ ട്രൂ ഇസ്ലാം ഉണ്ട് എന്നുള്ളത് ഇവരങ്ങ് ഡിഫോൾട്ട് എടുത്തേക്കാണ്. ഓക്കെ, റിയൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ പറയും പക്ഷേ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അത്ര നന്നായിട്ട് അറിയില്ല, മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇസ്ലാം ഒന്നും അറിയുന്ന ആൾക്കാരായിരിക്കണമെന്നില്ല, അവർ പലരും മിസ്റ്റേക്കാണ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്. അതായത് 100% ഈ ഐഡിയോളജി 100% ഇസ്ലാം തലയിലുള്ള മനുഷ്യർ വളരെ കുറവാണ്. മെജോറിറ്റി ആൾക്കാർക്ക് ഒരു 10-20% ഇസ്ലാമാണ് അവരുടെ തലയിൽ ബ്രെയിനിലുള്ളത് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഇതെന്ന് പറയുന്നത് ഈ ഇസ്ലാം ഉള്ളിലുള്ള ഓരോ വ്യക്തിയും പൊട്ടൻഷ്യൽ തീവ്രവാദികളാണ്. അത് അളവിനനുസരിച്ച് ഇസ്ലാം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവർ ഡേഞ്ചറസ് ആണ് പറയുന്നത്. എന്നിട്ട് ഇവർ പറയും നമ്മളങ്ങനെ ഈ മുസ്ലിങ്ങളെ വിദ്വേഷത്തോടുകൂടി കാണേണ്ട കാര്യമൊന്നുമില്ല, ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷമാണ്, നമ്മൾ അങ്ങനെ വിദ്വേഷം ഒന്നും പറയാൻ പാടില്ല.
അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നറേറ്റീവ് ബേസിക്കലി എന്താണ് ഇതിന്റെ പീരിയഡ് എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ ഫുഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് എസൻസ് ഗ്ലോബൽ ആയി. ഇടയ്ക്ക് കുറച്ച് പീര ഇടുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് എസൻസ് ഗ്ലോബലാ. അപ്പൊ ഈ പുട്ട് കഴിക്കുന്ന ആളുടെ ഒരു ഉള്ളിൽ വരുന്ന ഒരു ഇംപ്രഷൻ എന്താണ്? ഏറ്റവും അവസാനം എൻഡ് പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നമുക്ക് സംശയത്തോട് കാണണം, മുസ്ലിങ്ങളെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അതാണ് ഇതിലെ പ്രശ്നം പറഞ്ഞു. ഇതാണ് മുസ്ലിം വിദ്വേഷത്തിലേക്ക് ഇത്തരത്തിലുള്ള നറേറ്റീവ്സ് നയിക്കുന്നു എന്ന് നമ്മൾ പറയാനുള്ള കാരണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കാണിച്ച സ്ക്രീൻഷോട്ടുകളൊക്കെ എന്താണ്, ആര് പറഞ്ഞതാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ശ്രമിക്കാം. ആൻഡ് അതിലെങ്ങനെയാണ് ഡോക്കിൻസ് ബാധയുള്ളത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പം ആദ്യമായിട്ട് ഞാൻ അവിടെ കാണിച്ച 3 സ്ക്രീൻഷോട്ടിൽ ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ പ്രസൻറ്റേഷൻ ഇല്ലാത്ത സ്ക്രീൻഷോട്ടുകളായിരിക്കും. പക്ഷേ എൻ്റെ പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നത്. അപ്പം ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൗസിയ എം മല്ലിശ്ശേരി എന്ന് പറയുന്ന വ്യക്തി ഇട്ടതാണ്. അത് ഓഗസ്റ്റ് 12 ഇവർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ്. അതിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. അയർലൻഡ് നൽകുന്ന പാഠം. സ്വന്തമായ ഒരു ചരിത്രവും സംസ്കാരവും ഉള്ളവർ, ആരാണുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ്, അയർലൻഡുകാരാണ് കേട്ടോ. എല്ലാവരോടും സ്നേഹത്തോടും മാന്യമായും പെരുമാറിയിരുന്ന ശാന്തരായ ഒരു ജനവിഭാഗം, അതായിരുന്നു അയർലൻഡുകാർ. അതുകൊണ്ട് തന്നെ അവർ ജോലിക്കും മറ്റുമായി മാന്യമായി അവിടേക്ക് വന്നവർ മുതൽ സ്വന്തം രാജ്യം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ട് അനധികൃതമായി അഭയാർത്ഥികളായി എത്തിയവർ വരെയുള്ള എല്ലാവരെയും അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇതാണ് ഫൗസിയുടെ തുടങ്ങുന്നത്. ഇത് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് തന്നെ നമുക്ക് ഇതൊരു വലതുപക്ഷ ആഖ്യാനമാണ് ഇത് നമുക്ക് തോന്നും. അതിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിലെവിടെയാണ് ഡോക്കിൻസിന്റെ ബാധ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലെ ഒരു ഭാഗം ഇതാണ്. അതിൻ്റെ ഒരു നന്ദിയും കാട്ടാതെ, അതിൻ്റെ നന്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ നികുതിപ്പണവും ഭക്ഷണവും ഒക്കെ രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയും കാട്ടാതെ ആ രാജ്യത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടുത്തെ സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക അഭയാർത്ഥികളും ജിഹാദികളും ഒരു ഭാഗത്ത്. അതായത് ഇസ്ലാമിക അഭയാർത്ഥികളും ജിഹാദികളുമാണ് അവിടെയുള്ള സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് എന്നാണ് ഈ പോസ്റ്റ് പറയുന്നത്. അപ്പം നമുക്ക് ഈ യുക്തിവാദ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് വ്യക്തിത്വമാണ് ഫൗസിയ എം മല്ലിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഹിസ്റ്റോറിക്കലി തന്നെ നമ്മുടെ കേരള യുക്തിവാദ മൂവ്മെന്റിൽ വളരെ നാളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് മുസ്ലിം വിരോധം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എന്തായാലും തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾ ഒരു എല്ലാ യുക്തിവാദികളോട് ആരും ചോദിച്ചാൽ പറയില്ല ഫൗസി ടീച്ചർക്ക് ഒരു മുസ്ലിം വിദ്വേഷമുള്ള ഒരാളാണെന്നുള്ളത് ആരും പറയും. അപ്പൊ അത് പുള്ളിക്കാരോട് സംസാരിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ പുള്ളിക്കാരി സംസാരിച്ചത് കേട്ടിട്ടുള്ളവർക്കുമായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പുള്ളിക്കാരിക്ക് യാതൊരു തരത്തിലും മുസ്ലിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷം ഉണ്ട് എന്ന് തോന്നത്തേയില്ല. ഇപ്പം ഇസ്ലാമോഫോബിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരി സ്റ്റാൻഡും പറയും. മുസ്ലിങ്ങളോട് നമ്മൾ വിദ്വേഷം കാണിക്കാൻ പാടില്ല, അവരെ മാറ്റി തിരിച്ച് കാണാൻ പാടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറയും. ഇപ്പം വിശ്വനാഥൻ പറയുന്ന ഇസ്ലാമോഫോബിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ആളാണ് ഫൗസി മല്ലിശ്ശേരി. അത് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വലതുപക്ഷ ആഖ്യാനത്തിലേക്ക് വന്നു, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു റേസിസ്റ്റ് നിലപാടിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതാണ് ഞങ്ങൾ ഡോക്കിൻസിന്റെ വാദ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഫൗസി ടീച്ചർക്ക് ഇത്തരത്തിലൊരു അബദ്ധം ഉണ്ടാവാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിച്ചാർഡ് ഡോക്കിൻസ് മതങ്ങളെ എങ്ങനെയാണ് സമീപിച്ചത്, ആ ഒരു സമീപന രീതിയിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ മുസ്ലിം മനുഷ്യരെന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു വൈറസിന്റെ പോസ്റ്റുകളാണ് എന്ന് പറയുന്ന രീതിയിൽ ഈ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാം എന്ന് പറയുമ്പം സ്ത്രീ വിരുദ്ധമാണ്, പ്രശ്നമാണ്, ടെററിസമാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആഖ്യാനങ്ങൾ നമ്മളൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തിയോളജി ഉപയോഗിച്ച് ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കി ഈ തിയോളജിക്കൽ വേർഷനിലൂടെ നമ്മൾ ഇസ്ലാമിന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നകരമായിട്ടുള്ള ഒരു ഐഡിയോളജി ആണെന്നുള്ളത്. ഈ ഐഡിയോളജി ഒരു വൈറസിനെ പോലെ ആൾക്കാരുടെ തലച്ചോറിൽ പ്രവേശിച്ച് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഡോക്കിൻസിന്റെ ആഖ്യാനം. ആ ഒരു വീക്ഷണകോണിലൂടെ കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മനുഷ്യരോട് വ്യക്തിപരമായി എന്തെങ്കിലും വിദ്വേഷം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവരെ എല്ലാം ബഹുമാനത്തോടെ കാണുന്ന ആൾക്കാരാണെങ്കിലും ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനൊരു ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ അവരുടെ തലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരോട് ഒരു വിവേചന സമീപനം ഉണ്ടാകുന്നതാണ്. കാരണം ഇവരെല്ലാവരും പൊട്ടൻഷ്യൽ സ്ത്രീവിരുദ്ധരും പൊട്ടൻഷ്യൽ തീവ്രവാദികളും എല്ലാമാണ്. കാരണം അവരുടെ ഉള്ളിലെല്ലാം ഈ ഇസ്ലാം ഉണ്ട്. ഇസ്ലാം ഇടക്കിടക്ക് ഉണരും. ഈ വൈറസ് എങ്ങനെയാണ് ആക്റ്റീവ് ആകുന്നത് അതേപോലെ ഇസ്ലാം ഇടക്കിടക്ക് ഉണരും. ഉണരുമ്പോൾ ഇവർ പോയി അതും ഇതൊക്കെ ചെയ്യും. ഇവർ സ്ത്രീകളെ ശല്യം ചെയ്യും. അവിടുത്തെ അയർലൻഡുകാരെ
പോയി ആക്രമിക്കും. അപ്പൊ അയർലൻഡിനെ ആക്രമിക്കുന്ന പറയുമ്പോൾ അവിടെ കാഫിറുകളാണ് അയർലൻഡിനുകാർ. ആ കാഫിറുകളാണെന്ന് മനസ്സിലാക്കി ഇസ്ലാം അവരെ കൊണ്ട് അവരോട് വിവേചനം കാണിക്കുന്നു. അതിനെ തിരിച്ച് അയർലൻഡുകാർ ഇങ്ങോട്ട് കാണിക്കുന്നു. എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്രെയിംവർക്കിലൂടെ നമ്മൾ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഴ്ചയാണെന്നാണ് നമ്മുടെ ഒരു മനസ്സിലാക്കൽ. ഇത് സഹോദരൻ അയ്യപ്പന്റെയോ മഹാത്മാ ഫൂലെയുടെയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുയുടെ വീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൃത്യമായും ഡോക്കിൻസിന്റെ വീക്ഷണമാണ്. എക്സാക്ട്ലി. ഡോക്കിൻസ് എങ്ങനെയാണോ ഈ വിഷയങ്ങളെ സമീപിക്കുന്നത് അതേ സമീപന രീതിയാണ് ഇവിടെ ഫൗസിയെ കാണിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ നിരപരാധികളാണെന്നുള്ളത് ഡോക്കിൻസും സംഘവും ഒരുപാട് സ്ഥലങ്ങളിൽ പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ പോയിന്റ് എന്ന് പറയുന്നത് വ്യക്തിപരമായി അവർക്ക് മുസ്ലിങ്ങളുടെ യാതൊരു പ്രശ്നമില്ല. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രവാദം, ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് റിഗ്രസീവ് ആണ്, ഇസ്ലാം എന്ന് പറയുന്നത് വാട്ട് എവർ ഇസ് നോട്ട് യൂറോപ്യൻ ആൻഡ് പ്രോഗ്രസീവ്, അതെല്ലാം ഈ ഇസ്ലാമിലുള്ള സാധനങ്ങളാണ്. അതാണ് ഇത് ഇസ്ലാമിന്റെ യഥാർത്ഥ നേച്ചർ എന്ന് അവർ പറയും. ഇത് ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട്. ഈ പറയുന്ന ഈസ്റ്റേൺ കൾച്ചേഴ്സ് നിന്ന് വരുന്ന ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എല്ലാവരുടെ ഉള്ളിൽ ഇത് ഇങ്ങനെ കിടപ്പുണ്ട്. അതിങ്ങനെ പല വേരിയൻ ഡിഗ്രീസിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവരെല്ലാവരും സംശയത്തോടുകൂടെ കാണുള്ളൂ. എപ്പോഴാണ് ഇവരുടെ ഉള്ളിൽ നിന്ന് ഇത് പ്രവർത്തിച്ചു തുടങ്ങി സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റു മനുഷ്യർക്കും ഒക്കെ ഇതൊരു പ്രശ്നമായി മാറി നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇവരെ സംശയത്തോടുകൂടി കാണാം. ഇവരിൽ ആരെങ്കിലും ഒക്കെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഇസ്ലാം ഉണർന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു സമൂഹത്തിനൊന്നും നമ്മൾ ഈ ഒരു പ്രശ്നം ഇല്ല. മറ്റു സമൂഹത്തിൽ സ്ത്രീവിരുദ്ധർ ഉണ്ടെങ്കിൽ അവിടെ ഉടനെ ഇവരുടെ ഉള്ളിൽ ഈ വൈറസ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് നമ്മൾ എത്തത്തില്ല. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തത്തില്ല. എന്താണ് ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഒരാൾ സ്ത്രീവിരുദ്ധമായിട്ട് കാണിച്ചു തുടങ്ങുന്ന സമയത്ത് ഇത് ഇവരുടെ ഉള്ളിൽ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ വൈറസ് ആണെന്ന് പറയുമ്പോൾ ഇത് ആ മൊത്തം കമ്മ്യൂണിറ്റിയേക്കും ഇത് ബാധകമാവുന്നുണ്ട്. ഇവരെല്ലാവരുടെ ഉള്ളിൽ ഇതുണ്ട്. ഇവരുടെ എല്ലാവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഇത് പ്രവർത്തിച്ചു തുടങ്ങാം. അവർ ഈ എല്ലാ മനുഷ്യരോടും ഈ ഹോൾ കമ്മ്യൂണിറ്റിയോടുള്ള സമീപനത്തെ അത് ബാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ഇത്തരത്തിലുള്ള ആഖ്യാനം സമൂഹത്തിലേക്ക് എത്തുമ്പോൾ സമൂഹത്തിന് ഈ ഹോൾ കമ്മ്യൂണിറ്റിയോടുള്ള സമീപനത്തെയാണ് അത് ബാധിക്കുന്നത്. കാര്യം അവരെല്ലാവരും ഈ ഒരു വീക്ഷണകോണിലൂടെ ഇവരെ കണ്ടു, ഈ സംശയത്തിന്റെ വീക്ഷണകോണിലൂടെ ഇവരെ കണ്ടുകൊള്ളും. ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് റേസിസ്റ്റ്. ഇത് സഹോദരനല്ല, ഇത് റിച്ചാർഡ് ഡോക്കിൻസ് ആണ്. ഇപ്പൊ ഇവിടെ ഫൗസിയ മല്ലിശ്ശേരിയെ ഈ പോസ്റ്റ് വായിക്കുന്ന ഫൗസിയ മല്ലിശ്ശേരിയെ ഫോളോ ചെയ്യുന്ന ഒരു യുക്തിവാദി, അയാളുടെ മനസ്സിൽ എന്താ ഐഡിയ വരുന്നത്? ഓക്കെ, ഇസ്ലാമിക കൾച്ചറിൽ നിന്ന് വരുന്ന വ്യക്തികൾ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൊണ്ട്, അപ്പം നമ്മുടെ രാജ്യത്തും ഈ അഭയാർത്ഥികളായിട്ടും മൈഗ്രൻസ് ആയിട്ടും ഒക്കെ വരുമ്പോൾ അതിൽ മുസ്ലിം ആണെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിച്ച് വേണം നമ്മൾ കയറ്റാൻ. കാരണം നമുക്ക് അറിയില്ലല്ലോ അവരുടെ ഉള്ളിൽ എത്രത്തോളം ഇസ്ലാം ഉണ്ടെന്ന്. പേഴ്സണലി എനിക്ക് മുസ്ലിങ്ങളോട് പ്രശ്നമൊന്നുമില്ല. അതെ, മുസ്ലിങ്ങളുടെ അവരോടുള്ള പ്രശ്നം അവരുടെ തലയുടെ ഉള്ളിൽ കിടക്കുന്ന ഈ സാധനം പുറത്ത് ചാടുവോ എന്നുള്ള പേടിയുള്ളത് മാത്രമേ. ഇത് വളച്ചിട്ടി പറയാ, ഇത് ഒരേ കാര്യം, ഇതിന്റെ എഫക്ട് ഒരേ കാര്യമാണ് സംഭവിക്കുന്നത്, ഫലത്തിൽ സംഭവിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്. ഇതേ കാര്യമാണ് നമ്മുടെ ഒരു പ്രമുഖ സവർക്രൈറ്റ് നാസ്തി എന്ന് പറഞ്ഞത്. റീസെന്റ് ഒരു കുറച്ചു കാലം മുമ്പ് ഒരു പട്ടീനെ ഒരാൾ സൈക്കിളിലിട്ട് വലിച്ചോണ്ട് പോയപ്പോൾ അത് അയാൾ ചെയ്യാനുള്ള കാരണം എന്താണ്? തിയോളജി, ഇസ്ലാമിന്റെ തിയോളജി പട്ടി ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വൈറസ് അവന്റെ തലയിൽ ഉള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ പ്രവർത്തിച്ചത് എന്ന അതേ ആഖ്യാനമാണ് ഇവിടെ വരുന്നത്. ഇസ്ലാമിന് നായ്ക്കളോടുള്ള സമീപനം, ആ സമീപനം ഇവന്റെ തലയിലിരിക്കുന്ന ഇസ്ലാം ഇവനെ കൊണ്ട് ഇങ്ങനെ പ്രവർത്തിപ്പിക്കാനായിട്ട് കാര്യമായി എന്നുള്ളതാണ് ഇതിന്റെ അയാൾ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ രവി ഈ വിഷയത്തെ സമീപിക്കുന്ന അങ്ങനെ സമീപിക്കാൻ ഒരു കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. അത് ഈ ഡോക്കിൻസിന്റെ ബാധയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് യുക്തിവാദികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ യുക്തിവാദി മൂവ്മെന്റിന് യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. യുക്തിവാദി മൂവ്മെന്റ് കരുതുന്നത് ഇത് പറഞ്ഞതിന് ശേഷം പക്ഷെ ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് വിവേചനമില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആയെന്നാ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പക്ഷെ ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് വിവേചനം ഇല്ല കേട്ടോ, വ്യക്തിവിരോധങ്ങളില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആയെന്നാണ്. അതെ. അപ്പോൾ സിവിന്റെ പ്രസന്റേഷൻ സിവിൻ ഒരു വോൾട്ടയറിന്റെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. അതായത് 15-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടിലൊക്കെ ഈ പള്ളിയോട് ചർച്ചിന്റെ അതോറിറ്റിക്ക് മുമ്പിൽ സിറ്റിസൻസ് ബോ ഡൗൺ ചെയ്യണം, നീൽ ചെയ്യണം, അല്ലെങ്കിൽ മുട്ടുമടക്കണം എന്നൊരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന വോൾട്ടയർ ഭയങ്കര ആക്രോശത്തോടു കൂടി ഒരു മനുഷ്യരൊന്നും തന്നെ ഇങ്ങനെ അത്തരം അതോറിറ്റിയുടെ മുമ്പിൽ ബോ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വളരെ ആക്രോശിക്കുന്ന ഒരു പിക്ചറൈസേഷൻ സിവിൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിവിൻ കാണാതെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൗസിയ മല്ലിശ്ശേരി ഇവിടെ പറയുന്ന പോസ്റ്റിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഇമിഗ്രൻസും അഭയാർത്ഥികളും അവിടെയുള്ള ഡോമിനന്റ് കൾച്ചറിന് മുമ്പിൽ മുട്ടുമടക്കണമെന്നാ. അതെങ്ങനെയാന്ന് നോക്കാം. ഈ പോസ്റ്റിൽ പ്രത്യേകിച്ച് അതെ, മുസ്ലിം പ്രത്യേകിച്ച് അത് നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ കാണാം.
ഞാൻ ഇവിടുത്തെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സംസ്കാരവുമായി ഒത്തുചേർന്ന് ജീവിക്കുന്നതിന് പകരം അവിടെ കേരളവും ഗുജറാത്തും പഞ്ചാബും ഉത്തർപ്രദേശും ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് അവിടുത്തെ സുപ്പീരിയർ കൾച്ചറിന്റെ മുമ്പിൽ നീൽ ഡൗൺ ചെയ്ത് അവരോട് ചേർന്ന് പോകണം. ഈ പോസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ അത് കുറച്ചും കൂടെ അർത്ഥവത്താക്കുന്നത്. നമ്മൾ ഏത് രാജ്യത്ത് ചെല്ലുന്നുവോ അവിടെയെല്ലാം നമ്മുടെ ആഘോഷങ്ങളും ആചാരങ്ങളും സ്വകാര്യമാക്കി മാറ്റി നാം ആയിരിക്കുന്ന രാജ്യത്തെ സംസ്കാരത്തോട് യോജിച്ചു പോകുന്ന ജീവിത രീതി പിന്തുടരുന്നത് തന്നെയാണ് ലോകത്തെവിടെയായാലും നല്ലത് എന്നത് അയർലൻഡ് നമുക്ക് കാട്ടിത്തരുന്നു. അതായത് നമ്മുടെ സംസ്കാരങ്ങൾ, ഇമിഗ്രൻസിന്റെ സംസ്കാരങ്ങളും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സംസ്കാരങ്ങളും ഇത്ര സുപ്പീരിയർ ആയിട്ടുള്ള സംസ്കാരങ്ങളുടെ മുമ്പിൽ നീൽ ഡൗൺ ചെയ്യണം എന്നാണ് മാനവപക്ഷ യുക്തിവാദികൾ പറയുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നതേ ഇവര് ഈ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഈ ഇസ്ലാമിനെ ഒരു ഹോമോജീനിയസ് ഫോമിൽ അവർ കാണുന്നത്. അതായത് നീ പറഞ്ഞില്ലേ, എസെൻഷ്യലൈസ് ചെയ്താണ് ഇസ്ലാമിനെ ഒരു മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് അക്രോസ് ദ ബോർഡ്, മനസ്സിലായോ? അല്ലാതെ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിൽ തുല്യതയിൽ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്, സ്ത്രീ വിരുദ്ധം എന്താ ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്, ഇതൊന്നും അംഗീകരിക്കില്ല. ഇത് ഇസ്ലാം അക്രോസ് ദ ബോർഡ് എന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധമാണ്. ഇതാണ് എല്ലാ മുസ്ലിങ്ങളുടെ ഉള്ളിലുള്ളതെന്നാണ് പറയുന്നത്, മനസ്സിലായി? ഏതെങ്കിലും ഒരാള് എന്താണ് സ്ത്രീപക്ഷപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ ഉള്ളിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നില്ല, കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അത്രേ ഉള്ളൂ. അതായത് ഓരോ മുസ്ലിമിനെയും എത്രത്തോളം ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നു, എത്രത്തോളം ഇസ്ലാമിനോട് അകന്ന് നിൽക്കുന്നു എന്ന രീതിയിലാണ് ഈ ഓരോ മുസ്ലിം വ്യക്തിയെയും ഇത്തരം ഒരു വീക്ഷണകോണിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ബേസിക്കലി പറയുന്നത്, അതായത് ഈ തുല്യതയും മറ്റു കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഈ സുപ്പീരിയർ യൂറോപ്യൻ സമൂഹം, അതൊരു ഇമേജ് ആണ്, അതൊരു കൺസ്ട്രക്റ്റ് ആണ്. യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം, അതിലേക്ക് നമുക്ക് എത്താം. പക്ഷേ അങ്ങനെ ഒരു സുപ്പീരിയർ സമൂഹത്തിലേക്ക് ഈ ഇൻഫീരിയർ കൾച്ചറുകൾ ചെല്ലുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഈ വൈറസ് കിടക്കുകയാണ്. അപ്പൊ ഈ വൈറസ് ഇവരെടുത്ത് പുറത്ത് കളയാതെ ഇവര് ഈ വൈറസും കൊണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇവർ ബേസിക്കലി ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവരുടെ ഉള്ളിൽ ഈ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇവരല്ല, അത് മറ്റ് സമൂഹമാണ്. ഈ പറഞ്ഞ ഈ റിച്ചാർഡ് ഡോക്കിൻസും ഇവരെല്ലാ മതങ്ങളെയും വിമർശിച്ചിട്ടുണ്ടെങ്കിലും അവിടെ മാർജിനലൈസ്ഡ് ആയി നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, ഈ ആഖ്യാനങ്ങൾ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരല്ല തീരുമാനിക്കുന്നത് അവരുടെ ഉള്ളിൽ വൈറസ് ഉണ്ടോ അത് എത്രയുണ്ടോ എന്ന് തീരുമാനിക്കുന്ന അവരല്ല, ഈ ആഖ്യാനത്തിൽ വിശ്വസിക്കുന്ന മറ്റ് പൊതുസമൂഹമാണ്. ഇപ്പം ഈ ന്യൂ എത്തീസ്റ്റ് മൂവ്മെന്റിന്റെ ഈ യൂറോപ്പിലും അമേരിക്കയിലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവര് ബേസിക്കലി ക്രിസ്ത്യാനികളായിട്ട് ചേർന്നു, ഈ വിദേശവാദികൾ. എന്നിട്ട് ഇവര് ഈ മുസ്ലിം സമുദായം ഈ വൈറസും പേറി നടക്കുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഈ പറഞ്ഞ സംശയത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇപ്പം സാധാരണ രീതിയിൽ പള്ളിയിൽ പോകാത്തൊരു മുസ്ലിം പെട്ടെന്ന് സിഗരറ്റ് വലിയും പരിപാടിയൊക്കെ നിർത്തി പള്ളിയിൽ പോയി തൊപ്പിയൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങി. ഉടനെ അവന് സംശയം വരും, ഇവൻ 10% കൂടി യഥാർത്ഥ 30% കൂടി എന്നറിയില്ലല്ലോ. അതെ, ഈ പണ്ട് ഇവന്റെ ഉള്ളിൽ അത്ര വലിയ ഇസ്ലാം ഒന്നുമില്ല, പക്ഷെ ഇപ്പൊ ഇസ്ലാം ഇവന്റെ ഉള്ളിൽ ഉണർന്നോ എന്ന് സംശയം തോന്നുകയാണ്, മനസ്സിലായോ? അപ്പം അതാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഇതാ പ്രോബ്ലം. ഈ മാർജിനൈസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗങ്ങൾ അവരല്ല തീരുമാനിക്കുന്നത്, ഇത് പൊതുസമൂഹമാണ് അവരുടെ ഉള്ളിൽ ഇസ്ലാം ഉണ്ടെന്നോ ഇസ്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നോ അത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നൊക്കെ തീരുമാനിക്കുക. അതാണ് എന്റെ കാര്യം. അപ്പൊ ഈ ഒരു വലതുപക്ഷ ആഖ്യാനത്തെ സഹോദരൻ അയ്യപ്പന്റെ കവിതകൾ കോട്ട് ചെയ്തിട്ടോ സഹോദരൻ അയ്യപ്പനെ കോട്ട് ചെയ്തിട്ടോ സഹോദരൻ അയ്യപ്പന്റെ ഹിസ്റ്ററിയോ കോട്ട് ചെയ്തിട്ട് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. സിവന്റെ പ്രസന്റേഷനിലൊക്കെ സഹോദരൻ അയ്യപ്പന്റെ കോട്ടുകൾ, കവിതകൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വലതുപക്ഷ ആഖ്യാനം അല്ലാതെ എന്ന് തെളിയുന്നില്ല. അതൊരു വലതുപക്ഷ, ഈ ഫൗസിയ മല്ലിശ്ശേരി ഇവിടെ ചെയ്തത് ഒരു വലതുപക്ഷ ആഖ്യാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. എക്സാക്ട്ലി. ഇത് ഇന്ന് ഈ പറയുന്ന വളരെ മാനവിക സമൂഹമായിട്ടുള്ള യൂറോപ്പില് ഈ ഫൗസിയ മല്ലിശ്ശേരിയുടെ ഈ പോസ്റ്റ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഏതോ റൈറ്റ് വിങ് തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ റൈറ്റ് വിങ്ങർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് അവർ വളരെ കൃത്യമായിട്ട് പറയും. അതതിന്റെ പ്രശ്നം. ഫൗസിയ മല്ലിശ്ശേരി വളരെ ഇടതുപക്ഷക്കാരിയായിരിക്കും, അതൊക്കെ ശരിയാണ്. ഇത് അവിടെ കുറിച്ചൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വലതുപക്ഷ പോസ്റ്റാന്നേ പറയുള്ളൂ. അതതിന്റെ കാര്യം. എനിക്ക് 100% ഉറപ്പാണ് ആ കാര്യത്തിൽ. നമുക്ക് വേറൊരു പോസ്റ്റ് എടുക്കാം. ഇത് EA ജബ്ബാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സെപ്റ്റംബർ 23 ഷെയർ ചെയ്ത ഒരു ഇന്റർവ്യൂയുടെ ഒരു കട്ടിംഗ് ആണ്, ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. മുസ്ലിം അല്ല പ്രശ്നം, ഇസ്ലാമാണ്. ഇസ്ലാം ഇസ് ലവ്ലി, എന്തായിരുന്നു, മുസ്ലിംസ് ആർ ലവ്ലി, മുസ്ലിംസ് ആർ ലവ്ലി, ഇസ്ലാം ഇസ് ടോക്സിക് എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇതിനകത്ത് ഇന്റർവ്യൂവർ EA ജബ്ബാറിനോട് കൃത്യമായി ചോദിക്കുന്നുണ്ട്, ഇസ്ലാമാണോ മുസ്ലിമാണോ പ്രശ്നം? അപ്പോൾ അതിന് പുള്ളി കൊടുക്കുന്ന ഉത്തരം ഇതാണ്: മുസ്ലിമാണോ ഇസ്ലാമാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ് പ്രശ്നം. ഒരു മുസ്ലിമിൽ ഇസ്ലാമിൻ്റെ അളവ് എത്രയാണോ, സൂക്ഷിക്കണം, ഒരു മുസ്ലിമിൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഒരു മുസ്ലിമിൽ
ഇസ്ലാമിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചാണ് അവൻ അപകടകാരിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുക. ഒരു മുസ്ലിമിൻ്റെ തലച്ചോറിനകത്ത് എത്രമാത്രം വിശ്വാസത്തിൻ്റെ അളവ് കൂടുന്നു അതിനനുസരിച്ച് യഥാർത്ഥ മുസ്ലിം എന്ന തലത്തിലേക്ക് പോകും. യഥാർത്ഥ മുസ്ലിം എന്നാൽ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബി എന്തായിരുന്നു അതായി മാറും എന്നതാണ് അർത്ഥം. ഞാൻ ചോദിക്കുന്നത്, എക്സാക്ട്ലി. ഇവിടെ നിങ്ങൾക്ക് സഹോദരൻ അയ്യപ്പനെയാണോ കാണാൻ കഴിയുന്നത് അതോ ഡോക്കിൻസിനെയാണോ കാണാൻ കഴിയുന്നത് എന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ആഖ്യാനം കേട്ട് മനസ്സിലാക്കുന്ന ഒരു പൊതുസമൂഹത്തെ സങ്കല്പിക്കുക. ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അവരുടെ ഉള്ളിൽ എന്ത് തരം സമീപനമാണ് മുസ്ലിങ്ങളോട് ഉണ്ടാകുന്നത്. കാരണം ഈ ജബ്ബാർ മാഷിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അതായത് ആരുടെയും കയ്യിൽ ഈ ഈമാൻ മീറ്റർ ഇല്ലല്ലോ എന്നുള്ളത്. അതെ, ശരിയാണ്, ആരുടെയും കയ്യിൽ ഈമാൻ മീറ്റർ ഇല്ല. അതുകൊണ്ട് ഓരോ മുസ്ലിമിന്റെ കൂടെ ഇടപെടുമ്പോഴും ഇവരുടെ ഉള്ളിൽ ഇസ്ലാം ഉണ്ടോ, എത്ര ശതമാനം ഇസ്ലാം ഉണ്ട്, ഇവൻ ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ടോ. കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ ഈ പറയുന്ന ഒരു ആഖ്യാനം വിശ്വസിക്കുന്ന ഒരു സമൂഹം മുസ്ലിങ്ങളെ സമീപിക്കുക. മുസ്ലിങ്ങളെ ഒരു സസ്പീഷ്യസ് ആയിട്ട്, ഒരു സസ്പെക്ട് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ആ സമൂഹം റെഡിയാകുന്നു എന്നുള്ളതിന്റെ പ്രശ്നം. അതിലേക്കാണ് ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ സമൂഹത്തെ നയിക്കുന്നത് എന്നുള്ളതിന്റെ പ്രശ്നം. ഓരോ മുസ്ലിമിനും ഈ സംശയത്തിന്റെ നേരിലൂടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഓരോ നിമിഷവും തെളിയിക്കണം, അതായത് അവന്റെ ഉള്ളിൽ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ ഈ സാധനം ഇല്ല എന്ന് ഓരോ നിമിഷവും തെളിയിക്കണം, അത് തെളിയിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിലെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നുണ്ട് യഥാർത്ഥ മുസ്ലിം എന്നാൽ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബി അന്ന് ജബ്ബാർ മാഷ് പറഞ്ഞത്. ഇതേ ജബ്ബാർ മാഷ് അയ്യൂബ് മൗലവിയായിട്ടുള്ള ഡിബേറ്റിൽ പറഞ്ഞത് ലോകത്തുള്ള ഇന്നുള്ള ഏത് ഐസിസ് തീവ്രവാദിയും മുഹമ്മദ് നബിയേക്കാളും ബെറ്റർ മനുഷ്യനാണെന്നാണ്. നിങ്ങൾ റീഡ് ചെയ്യുക, ഈ ഡിബേറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലോകത്തുള്ള ഇന്നുള്ള ഏത് ഐസിസ് തീവ്രവാദിയും മുഹമ്മദ് നബിയേക്കാളും വളരെ നല്ല മനുഷ്യനാണെന്ന് പറയുകയും ഒരു മുസ്ലിമിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഇസ്ലാം കൂടുന്നു അത്രത്തോളം അയാൾ മുഹമ്മദ് നബിക്ക് അടുത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ, ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഒരു സാധാരണ പൗരന് ഉണ്ടാവുന്ന വികാരം എന്താണ്? ഇവൻ്റെ ഉള്ളിൽ ഐസിസ് തീവ്രവാദിയെക്കാട്ടിലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തോ ട്രേറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നല്ലേ. അല്ല എന്ന് സീവന് തോന്നുന്നുണ്ടെങ്കിൽ സീവൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് തോന്നുന്നതാണ്. ഒരാളുടെ ഉള്ളിൽ എത്രത്തോളം ഇസ്ലാം ഉണ്ട് എന്ന് പറയുന്നത് അത്രത്തോളം അയാളെ തീവ്രവാദി അല്ലെങ്കിൽ അപകടകാരിയാക്കുന്ന ഒരു ആഖ്യാനം ആളുകൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുസ്ലിങ്ങളിൽ സംശയം ഉളവാക്കുന്ന നറേറ്റീവ് അല്ല എന്ന് സീവൻ കരുതുന്നുണ്ടെങ്കിൽ സീവൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഹൗ? എക്സാക്ട്ലി. ഇതിപ്പം ജബ്ബാർ മാഷിന്റെ അതേ രാഷ്ട്രീയം തന്നെ പറയുന്ന ഒരു ടീമാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമ്മുടെ വളരെ അധികം അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് അവർ. അവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്, അതായത് ഈ മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഇസ്ലാം ഉണ്ടോ, അത് എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് ഇവരല്ല തീരുമാനിക്കുന്നത്, ഇത് പൊതുസമൂഹമാണ്. പൊതുസമൂഹമാണ് ഇവരെ ഈ സംശയത്തിലൂടെ നോക്കി കാണുന്നത് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് പലസ്തീനെ സപ്പോർട്ട് ചെയ്തൊരു നിലപാടെടുത്ത സമയത്ത് ഇവരുടെ തന്നെ ഇവരുടെ ഓഡിയൻസും അതേപോലെ തന്നെ ആരിഫും ആ ടീംസും ഒക്കെ പറയാൻ തുടങ്ങി ഇവരുടെ ഉള്ളിൽ ഇസ്ലാം പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളത്. ഈ നിരീശ്വരവാദിയാണ്, ഈ ഇസ്ലാം പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാ ഈ വിമർശനങ്ങളും കാര്യങ്ങളും. അവര് പ്രചരിപ്പിച്ച അതേ നറേറ്റീവ് അവർക്ക് തന്നെ ഒരു വിനയായി എന്നുള്ളതാണ്. അവരെ തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ അവരെ തന്നെ മോശമായി ചിത്രീകരിക്കുന്നതിൽ അത് ലീഡ് ചെയ്തെന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഡോമിനന്റ് ആയിട്ടുള്ള പൊതുസമൂഹം ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ പ്രബലമായി കഴിഞ്ഞാൽ അവർക്ക് ഈ മാർജിനൈസ്ഡ് ആയിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പുകളെ സസ്പീഷനോടുകൂടിയും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടും സമീപിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ആ ഒരു വീക്ഷണകോണിലൂടെ ആയിരിക്കും അവർ കാണുന്നത്. ഇവരുടെ ഉള്ളില് ഈ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം പ്രവർത്തിക്കുന്നുണ്ടോ, എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്, ഇതായിരിക്കും ഓരോ മുസ്ലിമിനെ കാണുമ്പോഴും പൊതുസമൂഹത്തിന്റെ ക്വസ്റ്റ്യൻ. ഇത് വേറൊരു ഇ എ ജബ്ബാറിൻ്റെ തന്നെ 12 ജൂൺ 2024 വന്ന ഒരു പ്രസൻറ്റേഷനാണ്, ഒരു വീഡിയോ ആണ്. യൂട്യൂബിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇസ്ലാമിൻ്റെ അപകടം ലോകം തിരിച്ചറിയണം. മനസ്സിലായി? ഇസ്ലാം എന്ന അസത്ത, അക്രോസ് ദ ബോർഡ് ഇസ്ലാം എന്ന അപകടം. ഇതിനകത്ത് നിങ്ങൾക്ക് ആ ടിപ്പിക്കൽ പീരയും പുട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. പുള്ളി ആദ്യം പറയും സയനിസം ഒരു തീവ്രവാദമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയും. പിന്നെ പുള്ളി പറയും പക്ഷേ സയനിസം ഒരു ലോക്കൽ പ്രശ്നമാണ്, ഇസ്ലാമാണ് ഭീകര പ്രശ്നം. പിന്നെ പുള്ളി പറയും ഹിന്ദുത്വ എന്ന വർഗീയമായിട്ടുള്ള പ്രശ്നത്തെ നമ്മൾ നേരിടേണ്ടതുണ്ട് എന്നൊരു പീരീഡ്. പിന്നെ പറയും പക്ഷേ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിൽ മാത്രമുള്ള പ്രശ്നമാണ്, അത് നമുക്ക് ജനാധിപത്യ വഴിയിലൂടെ നമുക്ക് നേരിടാം. ഇസ്ലാമിന് ആണ് കൂടുതൽ വലിയ പ്രശ്നം, കാരണം ഇസ്ലാമിന് ലോകത്ത് വലിയ ഉമ്മത്തുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യമുണ്ട്.
ഇതില് മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സയൻസത്തെയും ഹിന്ദുത്വയും ജബ്ബാർ മാഷ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സയൻസത്തെ ഇസ്രായേൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ കൊളോണിയൽ റിലേഷൻഷിപ്പിന്റെ കോണ്ടെക്സ്റ്റിലാണ് ജബ്ബാർ മാഷ് മനസ്സിലാക്കുന്നത്. ഹിന്ദുത്വയെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാഷിസ്റ്റ് മൂവ്മെന്റ്, അതായത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രബല അപ്പർ കാസ്റ്റ് വിഭാഗങ്ങളുടെ ഹെജമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ആണ് ഹിന്ദുത്വ എന്ന രീതിയിൽ ജബ്ബാർ മാഷിന് തിരിച്ചറിവുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാമ്പത്തിക ബന്ധങ്ങൾ, ഇക്കണോമിക് റിലേഷൻഷിപ്പും രാഷ്ട്രീയ റിലേഷൻഷിപ്പും സാമൂഹ്യ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജബ്ബാർ മാഷി മനസ്സിലാക്കുന്നത് ഹിന്ദുത്വയെയും സയൻസത്തെയും. ഇസ്ലാമിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ബാധകമല്ല. അതാണ് എന്റെ പ്രശ്നം. ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഡോക്ടൻസിന് വേണം. സയൻസത്തെയും ഹിന്ദുത്വയുടെയും കാര്യത്തിൽ നമുക്ക് അത് വേണ്ട. നമുക്ക് ബാക്കി ആൾക്കാർ പറഞ്ഞിട്ടുള്ള അക്കാഡമിഷ്യൻസ് പറഞ്ഞിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇസ്ലാമിന്റെ കാര്യം വരുമ്പം ലോകത്തെല്ലായിടത്തും ബാധകമായിട്ടൊരു ഇസ്ലാമിനെ കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമായിട്ട് അവരുടെ ഉള്ളിൽ എല്ലാം ഉള്ള ഒരു ഇസ്ലാം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഇവരെല്ലാവരുടെയും ഉള്ളിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു തീവ്ര ആശയം ഇങ്ങനെ കിടക്കുകയാണ് ഡോർമെന്റ് ആയിട്ട്. ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അത് ഓൺ ആവും, ഇടയ്ക്ക് അത് ഓഫ് ആവും, വേരിയിങ് ഡിഗ്രീസിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ സാധിക്കുമെന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും നമുക്ക് ഇത് ഈ പറയുന്ന വീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പുള്ളി പറയുന്നത്. ഇതിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഉണ്ടല്ലോ, ഈ വീഡിയോയിലെ പീരെ എല്ലാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ഗ്ലോബലിന്റെ നറേറ്റീവ് ആവും. അതുകൊണ്ട് തന്നെ കോളാമ്പി എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ എന്താ ഇതെന്നറിയോ, ഇതിനകത്ത് പീരെ എല്ലായിടത്തും മാറ്റിയിട്ട് മെർജ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇവര് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഇരുന്ന് എസ് ഗ്ലോബലിന്റെ നറേറ്റീവ് ഇങ്ങനെ പറയാ. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് പീരെ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ എസൻസ് ഗ്ലോബിന്റെ നറേറ്റീവ് ആയി. അപ്പൊ പിന്നെ ആ സമയത്ത് ഈ മാനുപക്ഷ യുക്തിവാദികൾക്ക് വന്നത് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ്. അത് ഞാൻ ഞങ്ങൾ പറഞ്ഞത് ഫുള്ള് പ്ലേ ചെയ്യുന്നില്ല, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കട്ട് ചെയ്താണ്. ഇത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് അല്ല. ഈ അവര് ചെയ്തത്, ഈ എസൻസ് ഗ്ലോബലുകാർ ചെയ്തത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ചെയ്തെന്നല്ല. നിങ്ങൾ പറഞ്ഞ ഈ നറേറ്റീവ് പീരെ എടുത്ത് മാറ്റി, അത്രേ ഉള്ളൂ. കാരണം നിങ്ങളുടെ പ്രസന്റേഷൻ അങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുക, സംശയമുള്ളവർക്ക് ഈ വീഡിയോ പോയി കണ്ടിട്ട് ഈ പീരെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പക്ക എസൻസ് ഗ്ലോബലിന്റെ നറേറ്റീവ് ആയിട്ട് കിട്ടും. അപ്പൊ ആ നിങ്ങളുടെ നറേറ്റീവ് തന്നെ എസൻസ് ഗ്ലോബലുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും. എസൻസ് ഗ്ലോബലുകാർക്ക് അവരുടെ സ്വന്തം നറേറ്റീവ് ഉപയോഗിക്കണമെന്നില്ല. ജബ്ബാർ മാഷിന്റെ തന്നെ പ്രസന്റേഷൻ എടുത്തിട്ട് പീരെ എടുത്ത് മാറ്റിയിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന നറേറ്റീവായി മാറുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് ജബ്ബാർ മാഷ് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത് എന്നുള്ള ഒരു ഫോക്കസ് ആണ് ആൾക്കാർ ഈ പ്രസന്റേഷൻ കാണുമ്പോൾ നോക്കുന്നത്. അപ്പോൾ ജബ്ബാർ മാഷ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മുസ്ലിങ്ങൾ പാവാട എന്നാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഓക്കെ പുള്ളി ഇസ്ലാമോഫോബിക് അല്ല എന്ന് പറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് എത്തി ആൾക്കാർ വീട്ടിൽ പോകുന്നത്. അങ്ങനല്ല. ഈ ജബ്ബാർ മാഷ് പറയുന്ന ഈ ആഖ്യാനം അത് പൊതുസമൂഹത്തിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ജബ്ബാർ മാഷ് പറയുന്ന ഈ ആഖ്യാനം, അതായത് ഗ്ലോബലി ഉള്ള എല്ലാ മുസ്ലിങ്ങളുടെ ഉള്ളിലും ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു തീവ്ര ആശയം ഉണ്ടെന്നോ അതിങ്ങനെ വേരിയിങ് ഡിഗ്രീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും വിത്തൗട്ട് എനി ഡിഫറൻസ് ഇൻക്ലൂഡിങ് ജബ്ബാർ മാഷ് ആൻഡ് അതർ എക്സ് മുസ്ലിം ഇവരെ എല്ലാവരെയും സസ്പീഷനോടുകൂടി സംശയത്തോടുകൂടി കാണാനും ട്രീറ്റ് ചെയ്യാനും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ആഖ്യാനമായിട്ടാണ് ഇത് വരുന്നത്. മുസ്ലിങ്ങൾ എവിടെയൊക്കെ മാർജിനലൈസ്ഡ് ആണോ അവിടെയൊക്കെ ഈ പ്രബല സമൂഹത്തിന് ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൾച്ചറൽ ടൂളായാണ് ഇത് മാറുന്നത്. അതാണ് എന്റെ പ്രശ്നം. ഇറ്റ്സ് ജസ്റ്റിഫൈങ് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് മുസ്ലിംസ്. ദാറ്റ്സ് എ പ്രോബ്ലം. ഇത് പ്രോബ്ലം ആവുന്ന ഇസ്ലാമോഫോബിയ എന്ന ഒരു സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു. അത് ഇതിനെ എന്താ പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഈ നറേറ്റീവിനെ കൂടുതൽ ആംപ്ലിഫൈ ചെയ്യാനാണ് ഈ നറേറ്റീവ് യൂസ് ആകുന്നത്. അപ്പൊ ഇസ്ലാമോഫോബിയ എന്നൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. എന്ത് വേണമെങ്കിലും ആരോട് എന്തെങ്കിലും പറയാം. ഇത് ബേസിക്കലി ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട്, അതായത് ഞങ്ങൾക്ക് മുസ്ലിം വിദ്വേഷം ഇല്ല എന്ന് പറഞ്ഞ് മുസ്ലിം വിദ്വേഷം കാണിക്കാനായിട്ട് ഇത് സഹായിക്കുന്നത്. ബേസിക്കലി നീ എന്തുകൊണ്ട് അവനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് അവനോട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവനോട് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ അവന്റെ ഉള്ളില് ഇസ്ലാം ഉണ്ട്. ആ ഇസ്ലാം പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് അവന് പറയാൻ പറ്റും. അപ്പൊ അത് ഓക്കെ എന്ന് പറയുന്നത്, അത് പ്രശ്നമില്ലെന്ന് പറയുന്നത്. മനസ്സിലായി? അവിടെ മുസ്ലിങ്ങളോട് അവന് പ്രശ്നമൊന്നുമില്ലല്ലോ. അവൻ ഇസ്ലാമിനോടല്ലേ പ്രശ്നം. ഇസ്ലാമിനോട് പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ അവൻ ആ രീതിയിൽ കാണിച്ചത്. രണ്ടിടത്തും വിവേചനം നടക്കുന്നു, അത് പ്രശ്നം. അപ്പോൾ ഇത് പ്യുവർ ഹേറ്റ് പൊളിറ്റിക്സ് ആണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായി. അതിനെ നമുക്ക് സഹോദരൻ അയ്യപ്പൻ, ഫൂലെ അവരുടെ ഹിസ്റ്ററി പറഞ്ഞിട്ട് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് നമുക്ക് വേറൊരു എക്സാമ്പിൾ. സജീവൻ അന്തിക്കാട് എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയൊരു പോസ്റ്റാണ്. ഇസ്ലാം കാലോചിതമായി പരിഷ്കരിക്കാത്ത ഇടത്തോളം കാലം ഹിന്ദുത്വ ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. എങ്ങനെയുണ്ട്? അതായത് ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ വിക്ടിംസ് ഇസ്ലാം എന്ന് പറയുന്നത് എന്തോ കയ്യും കാര്യമുള്ള സാധനമായിട്ട് പുള്ളി പറയുന്നത്. ഇസ്ലാം നീ മര്യാദക്ക് കേട്ടില്ലെങ്കിൽ അടിച്ചിട്ട് ഷേപ്പ് പാർട്ടികൾ എന്നൊക്കെ പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ആരാടാ? ഇസ്ലാം എന്ന് പറഞ്ഞ ആരാ? അവൻ ഏതാ ഇസ്ലാം? ഇത് വല്ലവരുടെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഒരു ഏജൻസി ഉള്ള പോലെ ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഇത് ഇസ്ലാമിന്റെ ഒരു ഏജൻസി ഉള്ള പോലെ സംസാരിക്കുന്നത്
നോർമൽ ആണെന്ന് വിചാരിച്ചിരുന്ന് കേട്ടിരിക്കുന്ന യുക്തിവാദികളാണ് ഞാൻ ഈ കേരളത്തിൽ കാണുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. വിക്ടിം ബ്ലെയിമിങ് ആണ് ഇതെന്ന് ഒരു സംശയമില്ല. നമ്മുടെ ഈ വാട്സാപ്പിലൊക്കെ ചില കേശവമാമന്മാർ പറയാറില്ല, അതായത് സ്ത്രീകളുടെ വസ്ത്രം നന്നായില്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. വിക്ടിംസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ്. അപ്പോൾ വിക്ടിംസ് ഓഫ് ഹിന്ദുത്വ മുസ്ലിങ്ങൾ അവരുടെ വിക്ടിമൈസേഷനും ഹിന്ദുത്വ വീക്കനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്ലാം വിക്ടിംസിന്റെ ഐഡിയോളജി അപ്പോഴും പറഞ്ഞു, നിങ്ങൾ മനുഷ്യർക്കെതിരല്ലോ പറഞ്ഞേ, മനുഷ്യർക്കെതിരല്ല അതെ, പറഞ്ഞത്, ഞങ്ങൾ ഇസ്ലാം മനുഷ്യർക്കെതിരെ ഐഡിയോളജി മനുഷ്യർക്കെതിരല്ല നമ്മൾ പറഞ്ഞത്, ഇസ്ലാം പരിഷ്കരിച്ചില്ലെങ്കിൽ ചെയ്യണം. അപ്പോൾ ആരത് പരിഷ്കരിക്കേണ്ടത്? മുസ്ലിങ്ങൾ. അവർ നന്നാവണം തന്നെയല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്. അവർ നന്നാവണം എന്നാണ് ഇത് ഇൻഡയറക്ട്ലി പറയുന്നത്. ഡയറക്റ്റ് മോക്ക് പിടിക്കുന്നവർ ഇൻഡയറക്ട്ലി ഇങ്ങനെ പോയി പിടിക്കുകയാണ്. വേറൊരു എക്സാമ്പിൾ, വേറൊരു മാനവികക്ഷ യുക്തിവാദ മൂവ്മെന്റിൽ നിൽക്കുന്ന ആളുടെ ഒരു വീഡിയോ ആണ്, മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവർ ജാഗ്രത. പിന്നെ ഇടയ്ക്ക് പീരുണ്ട് കേട്ടോ, മുസ്ലിങ്ങളും, കാരണം ഞങ്ങൾ വി ഡോണ്ട് ഡിസ്ക്രിമിനേറ്റ്. മുസ്ലിങ്ങളെ പ്രേമിക്കുന്നവർ ജാഗ്രത, മുസ്ലിങ്ങൾ. ഇതിനകത്ത് ഇത് ടെംപ്ലേറ്റ് പുട്ടും പീരിയാണ്. കാരണം ഇത് ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗൻഡ സിനിമകളെ എതിർക്കുമ്പോഴും ഹിന്ദുത്വയെ എതിർക്കുമ്പോഴും പീര കിട്ടിയേ. നല്ല ഫസ്റ്റ് ബൈറ്റ് തന്നെ പീര കിട്ടിയ. രണ്ടാമത്തെ മെയിൻ സാധനം, മുസ്ലിങ്ങളെ പ്രേമിക്കുന്നത് ശ്രദ്ധിക്കണം, പരമാവധി പ്രണയിക്കരുത്. മുസ്ലിങ്ങളെ പ്രണയിക്കരുത്. ഹിന്ദുത്വം ഞാൻ എതിർക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നു മുസ്ലിങ്ങളെ പ്രണയിക്കരുത്. പിന്നെ വീണ്ടും പീര. ഞാൻ എഴുതി തരാം. ലിയാഖത്തിന്റെ വീഡിയോകളിൽ എവിടെയും മുസ്ലിങ്ങൾ മോശപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടാവില്ല. മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ പ്രശ്നമാണ്, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഗൂഢലക്ഷ്യമുള്ള ആൾക്കാരാണ്, അവര് മാറ്റി നിർത്തേണ്ട ആൾക്കാരാണ് എന്ന് ലിയാഖത്ത് ഒരിക്കലും പറയത്തില്ല. ലിയാഖത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ലിയാഖത്തിനെ നയിച്ച കാര്യം എന്ന് പറയുന്നത് ലിയാഖത്തിന്റെ ഇസ്ലാമിനോടുള്ള സമീപനം, ഈ മതങ്ങളോടുള്ള സമീപനം ഡോക്കിൻസിന്റെ സമീപനമായതുകൊണ്ടാണ്. എനിക്ക് ഇസ്ലാം എന്ന് പറയുന്ന ഈ വികൃത ജീവി ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഇങ്ങനെ തലച്ചോറോട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പ്രശ്നമായതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളെ സംശയത്തോടുകൂടി കാണാം. അതുകൊണ്ട് അവരെ പ്രേമിക്കുമ്പോൾ സൂക്ഷിക്കണം. അവന്റെ തലയിൽ ഇസ്ലാം ഉണ്ട്. ഇസ്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞാല് ഈ ലവ് ജിഹാദ് പോലെയൊക്കെ നടക്കും. ലവ് ജിഹാദില്ല കേട്ടോ, ലവ് ജിഹാദില്ല. ഇസ്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഒരു പ്രശ്നമാവും. സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ഒരു സൂക്ഷിക്കണം. സാധ്യതയുണ്ട്. വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വീണ്ടും പീരിയുണ്ട് കേട്ടോ. ഞാൻ ജാതിയും മതിയും നോക്കാറില്ല. കാരണം എന്താണ്? വി ആർ എഗെയിൻസ്റ്റ്, നമ്മളൊക്കെ ആധുനിക മനുഷ്യരായതുകൊണ്ട് ഞാൻ ജാതിയും മതം നോക്കാറില്ല. പക്ഷേ മുസ്ലിങ്ങളെ പ്രണയിക്കുമ്പോൾ ജാതികൃത പാലിക്കണം, അവിടെ ഞങ്ങൾ മതം നോക്കണം. കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഈ ലവ് ജിഹാദ് കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെല്ലാം കൂടെ കൺസ്പയർ ചെയ്തിട്ട് ഹിന്ദു പെൺകുട്ടികളെ നമുക്ക് കല്യാണം കഴിച്ച് ഇങ്ങനെ ആക്കാം എന്ന് പറയുന്ന ഒരു ഓർഗനൈസ്ഡ് അറ്റംപ്റ്റ് എന്നുള്ളതാണ് എന്തോന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇസ്ലാമുണ്ട്. ഇസ്ലാം ഇവരെ കൊണ്ട് ഈ രീതിയിലൊക്കെ പ്രവർത്തിപ്പിക്കും എന്നുള്ള സാധനം ഇവർ പറയുന്നത്. ഇസ്ലാം ഇവരെ കൊണ്ട് ഈ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അത് ഇതൊക്കെ ചെയ്യിപ്പിക്കും എന്നുള്ള സാധനമാണ് പറയുന്നത്. അതിന്റെ പ്രശ്നം ഇത് നമുക്ക് തോന്നിയത് ഈ പൂലെയുടെയും അയ്യപ്പന്റെയും നടുക്ക് കൊണ്ടുപോയി ഒരു ഡോക്കിൻസിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. കേരള യുക്തിവാദ മണ്ഡലത്തെ നമ്മൾ നോക്കുമ്പോഴേ ഈ ഒരു സൈഡ് പൂലെ ഇരിക്കുന്നു, ഒരു സൈഡ് അയ്യപ്പൻ ഇരിക്കുന്നു, നടുക്ക് ഇതാ ഡോക്കിൻസ് കൊണ്ടുവന്നിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡോക്കിൻസിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വനാഥൻ CVN എന്താ ചെയ്യുന്നത്? പൂലെയുടെ കോട്ട് എന്തൊരു ഭംഗിയാണെന്ന് പറയുന്നു, അയ്യപ്പന്റെ കോട്ട് എന്തൊരു ഭംഗിയാന്ന് പറയുന്നു. പക്ഷെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പുള്ളി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതാണ്. ഡോക്കിൻസ് അപ്പോൾ അതാണ് നമ്മുടെ വിമർശനം. എൻഡ് ഓഫ് സ്ലൈഡ്. അതാണ് നമ്മുടെ വിമർശനം, നമ്മുടെ കാതലായ പോയിന്റുകൾ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇത് പുള്ളി അഡ്രസ്സ് ചെയ്യും എന്ന് നമ്മൾ കരുതുന്നു. പിന്നെ പുള്ളി പറഞ്ഞ കുറേ പ്രസന്റേഷനിലും കുറേ വിമർശനങ്ങളുണ്ട്. ഇപ്പം പുള്ളി എൻലൈറ്റ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ടാൻജന്റ് ഡിസ്കഷനാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം.